ഇതുപോലെ ഒരു ഫിഷ് പൊള്ളിച്ചത് നിങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ടാവില്ല. അടിപൊളി മസാല, അല്ല അടിപൊളി സീ ബ്രീം, വേറെ ലെവല്. ഈ വീഡിയോ ഫുള്ള് കാണണം, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു സീ ബ്രീം പൊള്ളിച്ചതാണ്. ആദ്യം മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് ഒരു മസാല ഉണ്ടാക്കി വെക്കാം. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു പേസ്റ്റായിട്ട് നമുക്ക് മാറ്റി വെക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സീ ബ്രീം നമുക്ക് നന്നാക്കി ഒന്ന് വരഞ്ഞു കൊടുക്കാം. രണ്ട് സൈഡിലും വരയിട്ട് മസാലയെല്ലാം പിടിക്കാനും വേണ്ടിയിട്ട് രണ്ട് സൈഡും നല്ല ഡീപ്പ് കട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി മാരിനേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല മീനിൻ്റെ രണ്ട് സൈഡിലും അകത്തും എല്ലാം നന്നാക്കി തേച്ച് പിടിപ്പിക്കുക. മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളിയൊക്കെ കളർ മാറി വന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. തക്കാളി. അപ്പോൾ നമുക്കിന്ന് മസാല എല്ലാം ഉണ്ടാക്കി തരുന്നത് റിഷാദാണ്. ഇന്ന് റിഷാദിൻ്റെ കൈപ്പുണ്യം ഇതിലാണ് ഇവിടെ ആവശ്യം. അപ്പോൾ മസാല എല്ലാം അവ സെറ്റാക്കുന്നുണ്ട്. മുളക് പൊടി സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി, കുരുമുളക്, നമ്മളെ സാധനം മസാല റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി തവ, മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് വെച്ചിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡും നല്ലൊന്ന് പൊരിച്ചെടുക്കാം. മീനൊന്ന് മറച്ചിടാൻ മതി. അപ്പോൾ നമ്മുടെ മീനെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല നമുക്ക് വാഴൻ്റെ ഇലയിലേക്ക് മാറ്റാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഈ മസാലയുടെ മുകളിലേക്ക് മാറ്റാം. ശേഷം ബാക്കി മസാലയും കൂടെ അതിന് മുകളിൽ ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഇളക്കി കൊടുക്കാം. ചൂടായ തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മീനൊന്ന് പൊള്ളിച്ചെടുക്കാം. രണ്ട് സൈഡും നല്ല ഒന്ന് ചൂടാക്കിയെടുക്കാം. മറിച്ചിടാം. അങ്ങനെ സീബ്രീം പൊള്ളിച്ചത് സെറ്റായിരിക്കുകയാണ്. പൊളിക്കും. ഇപ്പൊ കഴിക്കാൻ വേണ്ടി പോകാം. ഇപ്പൊ റെഡി. എല്ലാവരും വാ, റെഡി പോയിട്ടും കഴിക്കാണ്ട് വാ. പൊളിച്ചെടുക്കും. ക്രീം റെഡി ആയിട്ടുണ്ട്, പൊള്ളിച്ചത്. നമുക്ക് ഇന്ന് ഒരു പീസ് എടുത്ത് നോക്കാം. അടിപൊളി. ചപ്പാത്തി കൂടി കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ. കഴിച്ചോ. ഇങ്ങനെ സൂപ്പർ, അടിപൊളി സാധനം. സ്പൈസി. ഒരു കഷ്ണം നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ജ്യൂസിയാണ്. ഇതാ പക്ഷെ അത് പാസ്സായി. പ്ലസ് ഒരു സ്നാപ്പിളും.